കായംകുളം നഗരസഭയിലെ മുരുക്കുമൂട് ഡംപ് സൈറ്റിലെ ബയോ മൈനിംഗ് പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ 22-ാം വാർഡിലെ മുരുക്കുമൂട് ഡംപ് സൈറ്റിൽ 70 വർഷങ്ങളോളം പഴക്കമുള്ള 8208 മെട്രിക് ടൺ ലെഗസി മാലിന്യം നീക്കുകയും സ്ഥലം വീണ്ടെടുക്കുകയും ചെയ്യുന്ന ബയോ മൈനിംഗ് പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം ഇതുവഴി ഈ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അത് പിന്നെ കക്കൂസൊക്കെ വന്നു കഴിഞ്ഞു. അത് അന്ന് ഈ കുഴിക്കക്കൂസൊക്കെ ഉണ്ട്, മറ്റേതല്ല, തൊടിയല്ല, ഈ കുഴി ഒഴിച്ചിട്ടുള്ള അത്. അവിടുന്ന് പിന്നെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇടുന്ന സ്ഥലമായിരുന്നു. അപ്പം ഇതുവഴിയായിരുന്നു ഈ വണ്ടിയിലൊക്കെ ഈ സാധനം തുറസായി ഇങ്ങനെ പോകും. ഈ വഴിയെല്ലാം ഇറ്റിറ്റ് വീഴുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നീട് അതങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ വേസ്റ്റ്, നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലെ വേസ്റ്റ്, ഈ നാട്ടിലുള്ള ഹോട്ടലുകളുടെ വേസ്റ്റ് എന്ന് വേണ്ട മുഴുവൻ വേസ്റ്റ് ഒരു 5-6 പ്രാവശ്യം അല്ലേ വലിച്ചേട്ടാ, വണ്ടി എത്ര പ്രാവശ്യം വരും കുട്ടികളിൽ കൊണ്ടിടുന്നു. അതിൻ്റെ ആ വെള്ളം, അതിനകത്തെ വെള്ളം ഊറ്റിറങ്ങി ഇവിടുത്തെ കിണറുകളെല്ലാം തന്നെ മലിനമായി. എല്ലാ കിണറ്റിലെയും വെള്ളത്തിന്റെ മുകളിൽ ഈ പാട ചൂടി കിടക്കുന്ന കൂട്ട് കിടക്കുകയായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ചെയർപേഴ്സൺ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൈവരിച്ചത് ഒരു പ്രദേശം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന് അറുതി വരുത്തണം എന്നുള്ളൊരു വലിയ ആശയമായിരുന്നു LDF സംവിധാനത്തിൽ മുന്നോട്ട് വെച്ചത്. അതിന് 2020 ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ 50 ലക്ഷം രൂപ ടൈഡ് ഫണ്ട് ഇനത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്ന കായംകുളം നഗരസഭയുടെ പൊതുവായിട്ടുള്ള മുഴുവൻ ജൈവ മാലിന്യം കൊണ്ടിട്ടിരിക്കുന്ന ഈ ഡംപ് സെറ്റ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊക്കെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയുന്ന, ഒരു ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന നല്ലൊരു പ്രദേശമാക്കി ഈ 22-ാം വാർഡിന്റെ ഡംപ് സെറ്റ് ക്ലിയറൻസ് നടത്തിത്തരണം എന്നുള്ളൊരു വലിയ സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്തത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് പൂനെ ആസ്ഥാനമായിട്ടുള്ള SMS ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ 20 ഡംപ് സൈറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 6 സൈറ്റുകളിൽ പ്രവർത്തനം പൂർത്തീകരിച്ചു. ഈ മാസം തന്നെ കായംകുളം നഗരസഭ ഡംപിംഗ് യാർഡിൽ ബയോ മൈനിംഗ് ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് അധ്യക്ഷത വഹിച്ചു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ സുചിത്ര S. പണിക്കർ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ്, 23-ാം വാർഡ് കൗൺസിലർ അഖിൽകുമാർ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ K. ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ S. ചന്ദ്രൻ, മറ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ഉദ്യോഗസ്ഥർ, ബയോമൈനിംഗ് കോൺട്രാക്ടർ, സമീപവാസികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. KSW MP SWM എഞ്ചിനീയർ ഖദീജ ബീവി നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.